T20 ലോകകപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കനക്കുകയാണ്. പുതിയ മാനങ്ങൾ വന്നിരിക്കുകയാണ്. T20 ലോകകപ്പിൽ നിന്നും ബംഗ്ലാദേശ് പിന്മാറിയതായി ICC ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതിന് പിന്നാലെ ബംഗ്ലാദേശിന് പിന്തുണയുമായി പാകിസ്ഥാനും എത്തിയിരിക്കുകയാണ്. ഇതിനൊപ്പം പാകിസ്ഥാനും T20 ലോകകപ്പ് ബഹിഷ്കരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ബംഗ്ലാദേശിനെതിരെ ICC ചെയ്തത് അനീതിയാണെന്നും ഇരട്ടത്താപ്പ് പാടില്ലെന്നും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ചെയർമാൻ മൊഹസിൻ നഖ്വി കഴിഞ്ഞ ദിനം പറയുകയുണ്ടായി. ആവശ്യമെങ്കിൽ ലോകകപ്പിൽ നിന്നും വിട്ടുനിൽക്കുന്ന കാര്യം പാകിസ്ഥാൻ ആലോചിക്കുന്നുണ്ടെന്നും മൊഹസിൻ നഖ്വി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയുണ്ടായി. ലോകകപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളെ തുടർന്ന് ഇത്തവണ രണ്ട് ടീമും നേർക്കുനേർ വരുന്ന പോരാട്ടങ്ങൾ ന്യൂട്രൽ വേദിയായ കൊളംബോയിലാണ് നടക്കുന്നത്. എന്നിട്ടും ബംഗ്ലാദേശിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഇത്തവണ ടൂർണമെന്റിൽ നിന്നും വിട്ടുനിൽക്കുന്നതിനെ കുറിച്ച് സജീവമായി ആലോചിക്കുന്നുണ്ടെന്നാണ് നഖ്വി പറഞ്ഞത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി നാട്ടിലേക്ക് തിരിച്ചെത്തിയതിന് പിന്നാലെ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനകം തന്നെ നഖ്വിയുടെ വാക്കുകൾ വലിയ വിവാദമായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഏതാണ്ട് ഇങ്ങനെയാണ്: ബംഗ്ലാദേശിനോട് അനീതിയാണ് കാണിക്കുന്നത് എന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ലോകകപ്പിന്റെ തുടക്കം മുതൽ കളിക്കേണ്ട ടീമാണ് ബംഗ്ലാദേശ്. ക്രിക്കറ്റിലെ തന്നെ വലിയൊരു ശക്തിയായ അവരോട് ഇത്തരം വിവേചനം കാണിക്കരുത്. ICCയുടേത് ഇരട്ടത്താപ്പാണ്. ഒരു രാജ്യത്തിന് അവർക്ക് ഇഷ്ടമുള്ള തീരുമാനങ്ങൾ എടുക്കാം, എന്നാൽ മറ്റൊരു രാജ്യത്തിന് അതിന് സാധിക്കുന്നില്ല. ഇന്ത്യ പാക് മത്സരങ്ങൾക്കായി മുൻപ് ICC വേദികളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിന് ഈ പരിഗണന നൽകാത്തത്? ക്രിക്കറ്റ് ലോകത്ത് ഒരു രാജ്യം മാത്രം കാര്യങ്ങൾ തീരുമാനിക്കുന്ന അവസ്ഥയാണുള്ളത്. ലോകകപ്പിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ പാക് സർക്കാർ എടുക്കുന്ന തീരുമാനമായിരിക്കും ഞങ്ങൾക്ക് അന്തിമം. ഞങ്ങൾ ICCയുടെ കീഴിലല്ല, ഞങ്ങളുടെ സർക്കാരിനോടാണ് മറുപടി പറയേണ്ടത്. ഞങ്ങളുടെ പങ്കാളിത്തം ഇനിയും ഉറപ്പായിട്ടില്ല. ഞങ്ങൾ ലോകകപ്പിൽ കളിക്കണോ എന്നത് സർക്കാർ തീരുമാനിക്കും. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇപ്പോൾ രാജ്യത്തിൽ. അദ്ദേഹം തിരിച്ചെത്തിയാൽ ഉടൻ കൂടിയാലോചനകൾ നടത്തും. സർക്കാർ വേണ്ട എന്ന് പറഞ്ഞാൽ അത് അന്തിമമായിരിക്കും. പകരം ആരെ വേണമെങ്കിലും ICCക്ക് വിളിക്കാമെന്നാണ് കഴിഞ്ഞ ദിനം നഖ്വി പറഞ്ഞത്. അതോടുകൂടിയാണ് വിവാദങ്ങൾക്കൊരു പുതിയ മാനം വന്നിരിക്കുന്നത്. പാകിസ്ഥാൻ കൂടി പിന്മാറിയാൽ അത് ടൂർണമെന്റിന്റെ ആവേശത്തെ ബാധിക്കുമെങ്കിലും വിട്ടുവീഴ്ച വേണ്ടെന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും ICC ഉള്ളത്. നഖ്വിക്ക് മറുപടിയുമായി ICCയും രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. നേരത്തെ ബംഗ്ലാദേശിന് പകരം സ്കോട്ട്ലാൻഡ് T20 ലോകകപ്പിൽ കളിക്കുമെന്നും ICC വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ദിനം ദുബായിൽ ചെയർമാൻ ജയ് ഷായുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ബംഗ്ലാദേശിന്റെ പിന്മാറ്റം ICC സ്ഥിരീകരിച്ചത്. സുരക്ഷാ കാരണങ്ങളാൽ ഇന്ത്യയിലേക്ക് വരാൻ വിസമ്മതിച്ച ബംഗ്ലാദേശിനെ കഴിഞ്ഞ ദിവസമാണ് ICC ടൂർണമെന്റിൽ നിന്നും ഔദ്യോഗികമായി മാറ്റിയത്. മുസ്താഫിസുർ റഹ്മാനെ IPL നിന്നും വിലക്കിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് ഇങ്ങനെ കണ്ടെത്തു നിൽക്കുന്നത്. ബംഗ്ലാ പേസറായ മുസ്താഫിസുർ റഹ്മാനെ IPL നിന്നും വിലക്കിയതുമായി ബന്ധപ്പെട്ട് പുതിയ പ്രതിസന്ധികൾ ഇപ്പോൾ എത്തി നിൽക്കുന്ന ആ ഒരു വഴി വളരെ അപ്രതീക്ഷിതമായ വഴിത്തിരിവുകളിലേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത്. ബംഗ്ലാദേശ് ക്രിക്കറ്റ് ഇപ്പോൾ ആകെ താറുമാറായിരിക്കുകയാണ് എന്നാണ് മറ്റൊരു കാര്യം. ഇത്രയും വലിയൊരു പ്രതിസന്ധി സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല എന്ന കാര്യം ഉറപ്പാണ് ക്രിക്കറ്റ് ലോകത്ത്. കഴിഞ്ഞ IPL മിനി താരലേലത്തിൽ വാങ്ങിയ ബംഗ്ലാദേശിന്റെ മുൻനിര ഫാസ്റ്റ് ബോളറായ മുസ്താഫിസുർ റഹ്മാനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഒഴിവാക്കിയതോടുകൂടിയാണ്, BCCIയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഒഴിവാക്കിയതോടുകൂടിയാണ് ഈ പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കമുണ്ടാകുന്നത്. കളത്തിന് പുറത്തെ വിവാദങ്ങൾ കളത്തിലേക്കും പടർന്നപ്പോഴാണ് ഈ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് അടിയായിക്കൊണ്ട് IPL മിനി താരലേലത്തിൽ സ്വന്തമാക്കിയ മുസ്താഫിസുർ റഹ്മാനെ ഒഴിവാക്കാൻ KKRനോട് BCCI ആവശ്യപ്പെട്ടത്. ഇന്ത്യ ബംഗ്ലാദേശ് സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ മുസ്താഫിസുർ റഹ്മാനെ ടീമിൽ എടുത്തതിനെതിരെ ഉയർന്ന പ്രതിഷേധങ്ങൾ അതുകൂടി കണക്കിലെടുത്തുകൊണ്ടായിരുന്നു BCCIയുടെ നടപടി. 9.20 കോടി രൂപയ്ക്കായിരുന്നു IPL ലേലത്തിൽ മുസ്താഫിസുർ റഹ്മാനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സ്വന്തമാക്കിയത്. IPL ഒരു ബംഗ്ലാദേശ് താരത്തിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന തുകയായിരുന്നു അത്. മുസ്താഫിസുർ റഹ്മാനെ IPL താരലേലത്തിൽ വാങ്ങിയതിന്റെ പേരിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീം ഉടമയായ ഷാരൂഖ് ഖാനെതിരെ വിമർശനവുമായി ഹിന്ദു മഹാസഭ നേതാക്കളൊക്കെയും ആ സമയത്ത് രംഗത്തെത്തിയിരുന്നു. ഇന്ത്യയുടെ ഈ നീക്കം, മുസ്താഫിസുർ റഹ്മാനെ മാറ്റിയ ഈ നീക്കം ബംഗ്ലാദേശിനെ ചൊടിപ്പിക്കുന്നു. മുസ്താഫിസുർ റഹ്മാനെ IPL കളിക്കുന്നതിൽ നിന്നും വിലക്കിയ BCCI നടപടിയെ തുടർന്ന് പ്രതികാര നടപടി എന്നോണം IPL ബംഗ്ലാദേശിൽ സംപ്രേഷണം ചെയ്യുന്നത് ആ രാജ്യത്തെ ബംഗ്ലാദേശ് സർക്കാർ നിരോധിക്കുന്നു. തുടർന്ന് ഇന്ത്യയിൽ T20 ലോകകപ്പ് കളിക്കുന്നതിൽ നിന്നും തങ്ങളുടെ ടീമിന് സുരക്ഷാ പ്രശ്നങ്ങളുണ്ടെന്നും അതിനാൽ മത്സരങ്ങൾ മറ്റൊരു വേദിയായ ശ്രീലങ്കയിലേക്ക് മാറ്റി നൽകണമെന്നും ICCക്ക് ബംഗ്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ അവർ മെയിൽ ചെയ്യുന്നു. പക്ഷേ ICC ഇത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. കളിക്കാരുടെ യാത്രയും താമസ സൗകര്യവും എല്ലാം ഇതിനകം ക്രമീകരിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ ഇനിയൊരു വേദി മാറ്റം ദുഷ്കരമാണെന്ന അഭിപ്രായമായിരുന്നു BCCIക്ക് ഉണ്ടായിരുന്നത്. ICCയും അതിനൊപ്പം നിൽക്കുന്നു. അതിനുശേഷമായിരുന്നു ബംഗ്ലാദേശിൽ ഒന്നിനു പുറകെ ഒന്നായി പുതിയ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. ഇതിനിടെയാണ് ഇന്ത്യ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബന്ധത്തിലെ പ്രശ്നങ്ങൾക്ക് രാജ്യത്തിന്റെ താല്പര്യവും ക്രിക്കറ്റ് ഭാവിയും മുന്നിൽ കണ്ട് ചർച്ചകളിലൂടെയാണ് പരിഹാരം കാണേണ്ടതെന്ന് മുൻ നായകനായ തമീം ഇക്ബാൽ പറഞ്ഞത്. ഇതിനെതിരെ അവരുടെ ക്രിക്കറ്റ് മേധാവി നസ്മുൽ
നജ്മുൽ ഇസ്ലാം തമീം ഇന്ത്യ ഏജന്റാണെന്ന വിവാദ പ്രസ്താവന നടത്തുന്നു. അതിനൊപ്പം T20 ലോകകപ്പിൽ കളിക്കാൻ ഇന്ത്യയിലേക്ക് പോയില്ലെങ്കിൽ ബംഗ്ലാദേശ് താരങ്ങൾക്ക് പ്രതിഫലമൊന്നും നൽകില്ലെന്നും ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന്റെ ഡയറക്ടറായ നജ്മുൽ ഇസ്ലാമിന്റെ പ്രസ്താവന ആ സമയത്ത് അവിടെ ചർച്ചയാകുന്നു. ഇത് ബംഗ്ലാദേശ് ക്രിക്കറ്റർമാരെ ആകെ ചൊടിപ്പിക്കുന്നു. ബംഗ്ലാദേശ് പ്രീമിയർ ലീഗ് ബഹിഷ്കരിക്കാൻ അവർ ക്രിക്കറ്റർമാരോട് ബംഗ്ലാദേശ് ക്രിക്കറ്റ് വെൽഫെയർ അസോസിയേഷൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. തമീം ഇക്ബാലിനെ ഇന്ത്യ ഏജന്റ് എന്ന് വിളിച്ച നജ്മുൽ ഇസ്ലാമിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് താരങ്ങളുടെ സംഘടന ക്രിക്കറ്റ് ബോർഡിന് അന്ത്യശാസനം നൽകുകയും ചെയ്യുന്നു. ആ സമയത്ത് ആദ്യം ബോർഡ് ഒരു അഴകുഴമ്പൻ മറുപടികളുമായി ഇതിനെ ചെറുക്കാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് കളിക്കാരുടെ പ്രതിഷേധം ശക്തമായതോടെ സാമ്പത്തിക കമ്മിറ്റി ചെയർമാനായ നജ്മുൽ ഇസ്ലാമിനെ ആ സമയത്ത് അവർ പുറത്താക്കുകയും ചെയ്യുന്നു. ബംഗ്ലാദേശിന്റെ മത്സരങ്ങൾ ഇന്ത്യക്ക് പുറത്ത് ശ്രീലങ്കയിൽ നടത്തണമെന്ന ആവശ്യത്തെ പിന്തുണച്ച ഏക രാജ്യം പാകിസ്ഥാനായിരുന്നു. എന്നാൽ ICC കർശന തീരുമാനമെടുക്കുകയും ഇന്ത്യയിൽ തന്നെ ബംഗ്ലാദേശ് കളിക്കുമെന്നും വേദികൾ മാറ്റില്ലെന്നും തീരുമാനമെടുക്കുന്നു. അതിനുശേഷമാണ് ബംഗ്ലാദേശ് ടൂർണമെന്റിൽ നിന്നും വിട്ടുനിൽക്കാൻ തീരുമാനിക്കുന്നത്. ഇപ്പോൾ പാകിസ്ഥാൻ കൂടി ടൂർണമെന്റ് ബഹിഷ്കരിക്കാനുള്ള ഭീഷണിയുമായി രംഗത്തെത്തിയതിനാൽ T20 ലോകകപ്പിൽ നിന്നും പിന്മാറിയാൽ പാകിസ്ഥാനെ കാത്തിരിക്കുന്നത് കടുത്ത നടപടികളായിരിക്കുമെന്ന മുന്നറിയിപ്പായി ICC തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇന്ത്യയിലേക്ക് വരാൻ വിസമ്മതിച്ച ബംഗ്ലാദേശിനെ പരസ്യമായി പിന്തുണച്ചും ICCയെ കടുത്ത ഭാഷയിൽ വിമർശിച്ചും രംഗത്തെത്തിയ പാക് ക്രിക്കറ്റ് ബോർഡ് ചെയർമാനായ മൊഹ്സിൻ നഖ്വിയുടെ ഈ പ്രസ്താവനകളെ ICC ഗൗരവമായാണ് കാണുന്നത്. ബംഗ്ലാദേശിന് പിന്നാലെ പാകിസ്ഥാനും ലോകകപ്പ് ബഹിഷ്കരിച്ചാൽ പാക് ക്രിക്കറ്റിനെ തകർക്കുന്ന തരത്തിലുള്ള കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്നും ICC മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആ ഉപരോധങ്ങളിൽ ഏറ്റവും പ്രധാനം മറ്റു രാജ്യങ്ങളുമായി പാകിസ്ഥാൻ നടത്തുന്ന എല്ലാ മത്സരങ്ങളും അവർ സസ്പെൻഡ് ചെയ്യും. വരാനിരിക്കുന്ന ഏഷ്യ കപ്പ് ടൂർണമെന്റുകളിൽ പാകിസ്ഥാനെ പങ്കെടുപ്പിക്കുകയുമില്ല. അതുപോലെ പാകിസ്ഥാൻ സൂപ്പർ ലീഗിൽ PSL കളിക്കാൻ വിദേശ താരങ്ങൾക്ക് മറ്റു ബോർഡുകൾ NOC നൽകുന്നത് തടയുകയും ചെയ്യും. ഇങ്ങനെയുള്ള ക്ലോസുകളൊക്കെയും അതിനകത്തുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ പിന്മാറുകയാണെങ്കിൽ പകരം ആര് എന്ന ചോദ്യത്തിനും ICCക്ക് വ്യക്തമായ ഉത്തരമുണ്ട്. റാങ്കിങ്ങിൽ പാകിസ്ഥാന് താഴെയുള്ള ഉഗാണ്ട ആയിരിക്കും പകരക്കാരായി ലോകകപ്പിനെത്തുക. നേരത്തെ നമുക്കറിയാം ബംഗ്ലാദേശിന്റെ മത്സരങ്ങൾ സ്കോട്ട്ലൻഡിന് ലഭിച്ചതുപോലെ ബംഗ്ലാദേശിന് പകരം സ്കോട്ട്ലൻഡ് വന്നതുപോലെ പാകിസ്ഥാന്റെ മത്സരക്രമം ഉഗാണ്ടയ്ക്ക് ലഭിക്കുകയും ചെയ്യും. ഗ്രൂപ്പ് എയിൽ നമുക്കറിയാം ഇന്ത്യ, USA, നെതർലാൻഡ്സ്, നമീബിയ എന്നിവർക്കൊപ്പമാണ് പാകിസ്ഥാൻ ഉൾപ്പെട്ടിരിക്കുന്നത്. പാകിസ്ഥാന്റെ എല്ലാ മത്സരങ്ങളും ശ്രീലങ്കയിലാണ്. ഫെബ്രുവരി 7 അവർ നെതർലാൻഡ്സിനെതിരെ മത്സരിക്കുമ്പോൾ ഫെബ്രുവരി 10 USAക്കെതിരെയായിരിക്കും അവരുടെ മത്സരം. ഫെബ്രുവരി 15 ബദ്ധവൈരികളായ ഇന്ത്യക്കെതിരെയുള്ള മത്സരം. അതുപോലെ ഫെബ്രുവരി 18 നമീബിയക്കെതിരെയും പാകിസ്ഥാൻ കളിക്കും. അപ്പോൾ പാകിസ്ഥാൻ പിന്മാറുകയാണെങ്കിൽ ഫെബ്രുവരി 15 നടക്കേണ്ട ആവേശകരമായ ഇന്ത്യ പാക് പോരാട്ടം ക്രിക്കറ്റ് ലോകത്തിന് നഷ്ടമാകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പകരം ഇന്ത്യ ഉഗാണ്ടയാവും ആ ദിവസം നേരിടുക. അപ്പോൾ ബംഗ്ലാദേശിന് പുറകെ പാകിസ്ഥാനും ഇങ്ങനെ ഭീഷണികളുമായി അല്ലെങ്കിൽ ഈ പരമ്പര ബഹിഷ്കരിക്കുമെന്ന വാദങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ എന്തൊക്കെയായിരിക്കും ക്രിക്കറ്റ് ലോകത്ത് കാണുക, സംഭവിക്കുക എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും.